Hi, നമ്മൾ conditions of convergence പറഞ്ഞൊരു തിയറാണ് നോക്കാൻ പോകുന്നത്. Let f and f dash be piecewise continuous on the interval minus p to p. That is, let f and f dash be continuous except at a finite number of points in the interval and have only finite discontinuities at these points. അത് f dash പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് എടുത്തു. എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് f dash. ദെൻ അത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. എവിടെ? മൈനസ് പി ടു പി. അങ്ങനെ പീസ് വൈസ് കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫും എഫ് ഡാഷും കണ്ടിന്യൂസ് ആണ് എക്സെപ്റ്റ് അറ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും കണ്ടിന്യൂസ് ആണ്. ഇത് ഇൻ്റർവൽ, ഈ മൈനസ് പി ടു പി എന്ന് പറഞ്ഞാൽ ഇൻ്റർവൽ. ആൻഡ് ഹാവ് ഓൺലി ഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ് അറ്റ് ദീസ് പോയിന്റ്സ്. അതായത് മൈനസ് പി ടു പി എന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പോയിന്റ്സിൽ മാത്രമേ എന്ത് വരുള്ളൂ? ഡിസ്കണ്ടിന്യൂറ്റീസ് വരുള്ളൂ. ബാക്കി എല്ലാത്തിലും കണ്ടിന്യൂസ് ആണ്. ദെൻ ഫോർ ഓൾ എക്സ് ഇൻ ദി ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ മൈനസ് പി ടു പി, the Fourier series of f converges to f of x at a point of continuity. അതായത് Fourier series, എഫിൻ്റെ Fourier സീരീസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും അറ്റ് എ പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി ഉള്ള ഒരു പോയിന്റിൻ്റെ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും. അറ്റ് എ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ദി Fourier സീരീസ് കൺവേർജസ് ടു ദി ആവറേജ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു. ഇനി ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള പോയിന്റാണെന്ന് വിചാരിക്കാം. കണ്ടിന്യൂറ്റി ഉള്ള പോയിന്റ് ആണെങ്കിൽ, ഒരു പോയിന്റ് ഇപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ Fourier സീരീസ് എവിടേക്ക് കൺവേർജ് ചെയ്യും? എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും. ഇനി ഒരു പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ അതിൻ്റെ Fourier സീരീസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? ദി ആവറേജ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു എന്നുള്ള ആ ഒരു ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യും. വേറെ എഫ് ഓഫ് എക്സ് പ്ലസ് ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് denote the limit of f at x from the right and from the left. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് എന്നുള്ള ലിമിറ്റും എഫ് ഓഫ് എക്സ് മൈനസ് പറഞ്ഞാൽ ലെഫ്റ്റ് എന്നുള്ള ലിമിറ്റുമാണ്. ഓക്കെ, ജസ്റ്റ് തിയറം മാത്രമേ ഉള്ളൂ. കുറച്ച് പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആണ്, കുറച്ച് പോയിന്റ്സിൽ കണ്ടിന്യൂറ്റി ഇല്ല. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിൽ Fourier സീരീസ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള പോയിന്റ്സിൽ Fourier സീരീസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടുവിലേക്ക് കൺവേർട്ട് ചെയ്യും. എഫ് ഓഫ് എക്സ് പ്ലസ് പറഞ്ഞാൽ റൈറ്റ് എന്നുള്ള ലിമിറ്റും എഫ് ഓഫ് എക്സ് മൈനസ് പറഞ്ഞാൽ ലെഫ്റ്റ് എന്നുള്ള ലിമിറ്റ് വേണം. ഓക്കെ, ഇനി റിമാർക്ക് ഇൻ ദി അബവ് തിയറം എഫ് ഓഫ് എക്സ് പ്ലസ് ഡിനോട്ട് ദി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എക്സ് ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ലിമിറ്റ് ഓഫ് എഫ് ഓഫ് ടി എസ് ടി അപ്രോച്ചസ് എക്സ് ഫ്രം ദി റൈറ്റ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസിൽ റൈറ്റ് എന്നുള്ള ലിമിറ്റാണ് ഞാൻ പറഞ്ഞിരുന്നു. സോ എഫ് ഓഫ് എക്സ് പ്ലസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം എങ്ങനെയാ വെച്ചാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നാണ്. അതേപോലെ എഫ് ഓഫ് എക്സ് മൈനസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് എന്നാണ്. ഓക്കെ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസും എഫ് ഓഫ് എക്സ് പ്ലസുമായി റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് എല്ലാം എന്തായിരിക്കും? ഫംഗ്ഷനോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട്. ഇനി ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ എ നോട്ട് പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത പീരിയോഡിക് എക്സ്റ്റൻഷൻ ആണ്. പീരിയോഡിക് എക്സ്റ്റൻഷനിൽ പറഞ്ഞെന്താ വെച്ചാൽ ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ പീരിയോഡ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മൈനസ് പി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഒരു പീരിയോഡിക് ആണ് വിത്ത് ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ പീരീഡ്. ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ പീരീഡ്സിൽ എന്താണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പീരിയോഡിക് ആണ്. ദെൻ namely 2p by n greater than or equal to 1. Since a positive integer multiple of period is also a period. അതായത് 2p by n പറഞ്ഞ പീരീഡിൽ നമ്മളുടെ 2p by n ആണ് ഇവിടെ പീരീഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി n equal to 1 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കോമൺ പീരീഡ് 2p ആയിട്ടാണ് നമ്മൾ എടുക്കുക. ദെൻ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity. അതായത് Fourier സീരീസിൻ്റെ ഇക്വേഷൻ ഈസ് 2p പീരീഡ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 2p പീരീഡ് ആണെങ്കിൽ നമ്മുടെ Fourier സീരീസ് എന്തായിരിക്കും? 2p പീരീഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് പീരിയോഡിക് എക്സ്റ്റൻഷൻ. അടുത്ത പ്രോബ്ലം ആണ്. Find the Fourier series of the function f of x equal to 0 minus pi less than or equal to x less than 0 and x if 0 less than or equal to x less than pi. Establish that the series converges to the periodic extension of f to the entire x-axis. Also sketch the graph of the function to which the series converges for 3 periods. അപ്പോൾ find the Fourier series, അത് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? Fourier series കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് അത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ നിങ്ങൾ നോക്കാം. മൈനസ് പൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല ലെസ് ദാൻ പൈ എന്നാണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് മൈനസ് പൈ എന്നുള്ള ഇൻ്റർവെല്ലാണ്. ഓക്കെ, ആൻഡ് സോ ഇൻ ദിസ് കേസ് p
പി ഈക്വൽ ടു പൈ, കാരണം നമ്മുടെ ഇൻ്റർവെല്ല് സ്റ്റാർട്ടിങ് -π ആണ്, എൻഡിങ് പൈ ആണ്. സോ P2 മൈനസ് P2 P ആണ് നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ പിയുടെ സ്ഥലത്ത് എന്താ മൈനസ് ആണ്, പൈ ആണ്. ഹെൻസ് ഇൻ ദിസ് കേസ് ദി ഫോറിയർ സീരീസ് ആസ് ദി ഫോം, ഫോറിയർ സീരീസിൻ്റെ ഫോം നമുക്കറിയാം an cos nx, കാരണം നമുക്ക് എന്ത് വരും an cos nπx/p എന്നാണ്. സോ ഇവിടെ പിക്ക് നമ്മൾ പൈ കൊടുക്കുമ്പോൾ ഈ പയ്യും കൂടി ക്യാൻസൽ ചെയ്തു. അതേപോലെ തന്നെ സൈനിൻ്റെ കേസിലും അപ്പോൾ എന്തേ വരുള്ളൂ an cos nx bn പ്ലസ് bn sin nx. ദി ഫോറിയർ കോഎഫിഷ്യൻസ് an n equal to 0 1 2 etc and bn equal to 1 2 etc. Evaluated using Euler Fourier formulas as follows. Euler Fourier formula യൂസ് ചെയ്തിട്ട് നമ്മൾ a നോട്ട് ആദ്യം കണ്ടെത്തുക. അപ്പോൾ a നോട്ടിൻ്റെ ഇക്വേഷൻ 1/p ഇൻറ്റഗ്രേഷൻ -p to p f of x dx ദാറ്റ്സ് ഈക്വൽ ടു 1/π. p എന്ന് പറഞ്ഞാൽ അവിടെ പൈ ആണ്, സോ ഇൻറ്റഗ്രേഷൻ -π to p f of x dx. ഇനി ഈ -π to p നമ്മൾ രണ്ട് ഇൻ്റർവെല്ലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ -π to 0 ആൻഡ് 0 to π. സോ -π to 0 നമ്മുടെ ഫംഗ്ഷൻ എന്താ f of x ഈക്വൽ ടു -π to 0ൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 0 ആണ്. സോ 0 dx പ്ലസ് ഇൻറ്റഗ്രേഷൻ 0 to πയിൽ നമ്മുടെ ഫംഗ്ഷൻ x ആണ്. ദെൻ x dx ദാറ്റ്സ് ഈക്വൽ ടു 1/π. 0 പ്ലസ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക x²/2 ആണ്. സോ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ π²/2. ഇവിടുത്തെ ഒരു പൈയും ഇവിടുത്തെ പൈയും ക്യാൻസൽ ചെയ്ത് പോകും, π/2 എന്ന് വരും a നോട്ട്. ഇനി അടുത്ത എൻ്റെ ഇക്വേഷൻ എഴുതാം. 1/p ഇൻറ്റഗ്രേഷൻ -p to p f of x cos nπx/p ആണ്. p ഇവിടെ പൈ കൊടുക്കുമ്പോൾ ഈ പയ്യും കേട് ക്യാൻസൽ ചെയ്ത് പോകും. സോ f of x cos nx dx എന്ന് വരും. ഈ -π to π നമ്മൾ എന്ത് ചെയ്യുക, -π to 0യും 0 to π ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ f of x ഈക്വൽ ടു 0 ആണ്, -π to 0. അപ്പോൾ ഈ ഒരു ടേം ഫുള്ളായിട്ട് 0 ആയിട്ട് പോകും. ഇനി ഇവിടെ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. 1/π 0 to π x cos nx dx എന്ന് വരും. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ നോക്കാം, ഫസ്റ്റ് എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ കോസ് എൻ എക്സിൻ്റെ ഡെറിവേറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് 1/n ഡിവൈഡഡ് n വരും. അപ്പം അതിന് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ 1/n. സോ 1/n എക്സ് സൈൻ എൻ എക്സ് 0 to π മൈനസ് ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ എന്താ 1x ഡെറിവേറ്റീവ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. സോ കോസ് എൻ എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ പറഞ്ഞാൽ സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ് എന്ന് വരും. ദെൻ 0 to π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 to π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം സൈൻ പൈ ആണ് വരിക. സൈൻ പൈ വരുമ്പോൾ അവിടെ എന്താ വരിക, 0 ആയിട്ട് പോകും. പിന്നെ ഇതിനൊന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. 0 എന്ന് പറഞ്ഞത് ഇതിൻ്റെ ആൻസർ ആണ്. സോ 0 മൈനസ് സൈൻ എൻ എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ പറഞ്ഞാൽ മൈനസ് കോസ് എൻ എക്സ്. സോ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് 1/n ഡിവൈഡഡ് n വരും. സോ ആ എന്നും ഇവിടുത്തെ ഈ എന്നും കൂടിയിട്ട് 1/n കൂടിയിട്ട് 1/n² എന്നാവും. ദെൻ 0 to π എന്ന് വരും. ഇനി നിങ്ങൾ നോക്കുക, πn² നമ്മൾ താഴേക്ക് എഴുതി. മൈനസ് കോസ് എൻ എക്സ് ആണ്. മൈനസ് കോസ് എൻ എക്സിൽ നമ്മൾ π to 0 കൊടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് കോസ് പൈ മൈനസ് പ്ലസ് കോസ് 0 എന്ന് വരും. അതായത് കോസ് 0 പറഞ്ഞാൽ 1 എന്ന് വരും. ഓക്കെ, മൈനസ് കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കോസ് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. സോ -1 റേസ് ടു n എന്ന് വരും. ഓക്കെ, -1 റേസ് ടു n -1 ഡിവൈഡഡ് πn² എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത bn കാണാം. ഇതേപോലെ തന്നെ bn കാണാം. bn കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ -1 റേസ് ടു n + 1 ഡിവൈഡഡ് n എന്ന് വരും. ദെൻ f of x എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a നോട്ട് പറഞ്ഞാൽ നമുക്ക് π/2 ആണ് കിട്ടിയത്. സോ ഓൾറെഡി ഇവിടെ π/p ആണ്, a നോട്ട് ബൈ p എന്നാണ്. p എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്, π എന്നാണ് കിട്ടിയത്. a നോട്ട് ബൈ 2 എന്നാണ്, a നോട്ട് ബൈ 2 എന്നാണ് കേട്ടോ, a നോട്ട് ബൈ 2 എന്നാണ്. അപ്പോൾ a നോട്ട് നമുക്ക് കിട്ടിയത് π/2 ആണ്. സോ π/2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരുമ്പോൾ π/4 സിഗ്മ n ഈക്വൽ ടു 1 to infinity a n എന്ന് പറഞ്ഞോർത്ത് -1 റേസ് ടു n -1 ഡിവൈഡ് n² π കോസ് എൻ എക്സ് പ്ലസ് b എന്നുള്ള -1 റേസ് ടു n + 1/n സൈൻ എൻ എക്സ് എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുക, n ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ π/4 ഫസ്റ്റ് ടേം π/4 മൈനസോ പ്ലസ്സോ എന്താ പ്ലസ്, ഇവിടെ -1 റേസ് ടു n ഫസ്റ്റ് n കൊടുക്കുക, 1 കൊടുക്കുക. ഫസ്റ്റ് 1 കൊടുക്കുമ്പോൾ എന്ത് വരും, -1 -1 സോ 2. സോ -2 -2/n²
എന്നിന് -1 കൊടുക്കുക. സോ -2/π cos x പ്ലസ് 2/3² π cos 3x പ്ലസ് 2/5² π എക്സെട്ര എന്ന് വരും. കാരണം ഇവിടെ n = ഈവൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് പോകും. ഓക്കെ, ഇനി അടുത്തത് സൈനിൻ്റെ ടേംസ് ആണ്. സോ -1 n = 1 ആദ്യം 0 കൊടുക്കുക. n = 0 കൊടുക്കുമ്പോൾ 0 + 1 -1 വരും. സോ sin x പ്ലസ് 1/2 സൈൻ, അടുത്തത് 2 കൊടുക്കുക, പിന്നെ 3 കൊടുക്കുക. ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇവിടെയും 2 കൊടുക്കുമ്പോൾ ഈവൻ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഓഡ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ n = 1 കൊടുത്താൽ എന്താ വരിക? ഇല്ല, ഇവിടെ പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ മൈനസ് ചെയ്യണില്ലല്ലോ. -1n+1 പറഞ്ഞ ടേം മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ കാരണം ഇവിടെ -1 കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇഷ്യൂ വന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും എവിടെ വരിക? sin nxൻ്റെ ഈ ഒരു ടേമിൽ വരിക. ഓക്കെ, ദെൻ π/4 - സിഗ്മ n = 1 to ഇൻഫിനിറ്റി. കോസിൻ്റെ ടേം എന്താ വരിക? ഇവിടെ 2n-1 സ്ക്വയർ ആണ്. സോ 2/2n-1 സ്ക്വയർ π cos 2n-1 x പ്ലസ് ഇവിടെ സൈൻ എന്താ 1 2 3, കാരണം അവിടെ ചേഞ്ച് ഒന്നും വരില്ല. സോ -1n/n sin nx എന്നാണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ എന്ത്? ഫോറിയർ സീരീസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? നോക്കാം. എസ്റ്റാബ്ലിഷ് ദാറ്റ് ദി സീരീസ് കൺവേർജസ് ടു ദി പീരിയോഡിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ടു ദി എൻറ്റയർ എക്സ് ആക്സിസ്. നമ്മുടെ പീരിയോഡിക് എക്സ്റ്റൻഷൻ എഫിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദി ഇൻ്റർവെൽ -π to π നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു ഇൻ്റർവെൽ നമ്മൾ 2 ഇൻ്റർവെല്ലാക്കിയിട്ട് തിരിച്ച് ഒന്ന് -π to 0 എന്നും ഒന്ന് 0 to π എന്നും. അപ്പോൾ നമുക്ക് രണ്ടും കാര്യങ്ങൾ നോക്കണം. നമ്മൾ ആ തിയറത്തിൽ പറഞ്ഞുകൊണ്ട് എഫും f' കണ്ടിന്യൂസ് ആവുന്ന കേസ് നോക്കാം. അപ്പോൾ അത് നോക്കണം. സോ ഇൻ -π to 0 ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ f(x) എന്താണ്? 0 ആണ്. ആൻഡ് f' ഓൾറെഡി എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? എഫും f' എന്താണ്? കണ്ടിന്യൂസ് ആണ് ഇൻ -π to 0. ദെൻ അടുത്ത ഇൻ്റർവെല്ലിൽ 0 to π. 0 to πയിൽ f(x) x ആണ്, f' 1 ആണ്. അതും എന്താണ്? കണ്ടിന്യൂസ് ആണ്. കോൺസിക്വൻ്റ്ലി ബോത്ത് എഫ് ആൻഡ് f' ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദി ഇൻ്റർവെൽ -π to π. എഫും f' എന്താണ്? -π to πയിൽ കണ്ടിന്യൂസ് ആണ്. ദെൻ ബൈ തിയറം ഓൺ ദി കണ്ടീഷൻസ് ഓഫ് കൺവേർജൻസ് പറഞ്ഞ തിയറം ഫോറിയർ സീരീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. എഫ് എസ് എ ഫോറിയർ സീരീസ് ആൻഡ് ദി ഫോറിയർ സീരീസ് കൺവേർജസ് ടു f(x) അറ്റ് ഓൾ പോയിന്റ്സ് വെർ എഫ് ഇസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മുടെ ഫോറിയർ സീരീസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? f(x)ലേക്ക് കൺവേർജ് ചെയ്യും. അതല്ലെങ്കിൽ ആൻഡ് ടു f(x) plus f(x) -/2 at all points where f is discontinuous. f ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടി? നമ്മുടെ ഫംഗ്ഷൻ എഫും f' പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് ടു ഓൾ പോയിന്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഹെൻസ് ദി ഫോറിയർ സീരീസ് ഒബ്റ്റൈൻഡ് അബവ് കൺവേർജൻസ് ടു ദി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് എഫ് ഡിഫൈൻഡ് ബൈ. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ 2p എന്ന് പറഞ്ഞ പീരിയോഡിക്കിലാണ് എപ്പോഴും കോമൺ ആയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഇവിടെ p എന്ന് പറഞ്ഞാൽ എന്താ? π ആണ്. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഫംഗ്ഷൻ എഴുതുക f(x) = 0, -π < x < 0, x 0 < x π. പീരിയോഡിക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, കോമൺ ആയിട്ട് ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ പീരീഡായിട്ട് 2p ആണ് എടുക്കുക. ഓക്കെ, p എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് എടുക്കുമല്ലോ. ദെൻ ഇവിടെ p എന്താണ്? 2π ആണ്. ഓക്കെ, ദെൻ ഇതെന്തായിരുന്നു? f(x) plus p = f(x) എന്നാണ് വരേണ്ടത്. ഇവിടെ പീരിയോഡിക് t x plus t f(x) ആണ്. ദെൻ ഇവിടെ t എന്ന് പറഞ്ഞാൽ എന്താ? 2p ആണ്. t എന്ന് പറഞ്ഞാൽ 2p ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ π ആണ്. സോ 2π എന്നാണ് വരിക. ഓക്കെ, നമ്മുടെ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ f(x) plus t = f(x) എന്നാണ്. ഓക്കെ, ഇവിടെ t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു 2p ആണെന്ന് എടുക്കുക. സോ ഇവിടെ p പറഞ്ഞാൽ π ആണ്. ദെൻ പീരിയോഡിക് എക്സ്റ്റൻഷനിൽ നമ്മളുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഓൾസോ സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ടു വിച്ച് ദി സീരീസ് കൺവേർജസ് ഫോർ 3 പീരീഡ്സ്. 3 പീരീഡ്സിൽ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്നതിൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ടു വിച്ച് ദി സീരീസ് കൺവേർജസ് ആസ് ആൻ ഫിഗർ ഗിവൺ ബിലോ. അത് π -π. സോ π -π 0 ആൻഡ് 2π 3π ആൻഡ് അപ്പോൾ നമുക്ക് എന്താ? ഈവൻ നമ്പേഴ്സിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? π ആയിരിക്കും. നിങ്ങൾ നോക്കാം, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്. -πൻ്റെയും 0ൻ്റെയും ഇടയിൽ എന്താ? 0 ആണ്. -πൻ്റെയും 0ൻ്റെയും ഇടയിൽ 0 ആണ്. ഓക്കെ, അടുത്തത്
സീറോൻ്റെയും പൈൻ്റെ ഇടയിൽ എന്താ? സീറോൻ്റെയും പൈൻ്റെ ഇടയിൽ എക്സ് ആണ്. അപ്പോൾ സീറോൻ്റെയും പൈൻ്റെ ഇടയിൽ എക്സ് എന്നുള്ളിടത്ത് ഇവിടെ എന്താ? പൈ ആണ്. സോ സീറോൻ്റെയും പൈൻ്റെ ഇടയിൽ പൈ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ എന്താ? ഈ ഓഡിൽ 0 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 പൈയിൽ വരും, ഇവിടെ -2 പൈയിൽ വരും, പിന്നെ 4 പൈയിൽ വരും, ഇവിടെ -4 പൈയിൽ വരും. അങ്ങനെയാണ് നമ്മുടെ കൺവേർജൻസിൻ്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ദി ഫോറിയർ സീരീസ് റെപ്രസെൻറ്റിംഗ് f of x equal to x on the interval -π to π. Deduce that 1 minus 1/3 plus 1/5 minus 1/7 plus etc. equal to π/4. Then ഇവിടെ നമുക്ക് f of x തന്നിരിക്കുന്നത് x ആണ്. ദെൻ -π to π ആണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ p എന്ന് പറഞ്ഞാൽ എന്താ? പൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടെത്തണം? a0, an, bn ബൈ യൂസിങ് ഓയിലർ ഫോർമുല. ദെൻ a0ൻ്റെ ഇക്വേഷൻ 1/p ഇൻറ്റിഗ്രേഷൻ -p to p f of x dx ആണ്. ദെൻ അതിൽ f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഒറ്റ വാല്യൂ ഉള്ളൂ. -π to π നമ്മൾ നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യണമൊന്നുമില്ല. സോ f of x പറഞ്ഞാൽ എന്താ വരും? x എന്ന് വരും. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ a0 പറഞ്ഞാൽ 0 വന്നു. ദെൻ an പറഞ്ഞാൽ 1/p ഇൻറ്റഗ്രേഷൻ -p to p f of x cos nπx dx. അതിൽ നമ്മൾ ഇതേപോലെ നേരിട്ടിട്ട് -πയും പൈയും ഒക്കെ കൊടുക്കുക. ദെൻ നമുക്ക് അവിടെ എന്ത് വന്നു? 0 ആണ് വന്നത്. ദെൻ അടുത്ത് bn ചെയ്തപ്പോൾ നമുക്ക് വന്ന് 2 - 1n+1/n. അതായത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത് അതേമാതിരി, അതാണ് ഞാൻ കൂടുതൽ പറയാത്തത്. സോ bnഉം അതേപോലെ കിട്ടി. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. an-ഉം 0 ആണ്, a0 0 ആണ്. ദെൻ നമ്മുടെ ഇക്വേഷനിൽ ആകെ എന്തേ ഉണ്ടാവുള്ളൂ? bnൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സിഗ്മ n = 1 to infinity bn sin nπx/p എന്നാണ്. സോ പൈയും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ 2 - 1n+1 ഡിവൈഡഡ് n sin nx എന്ന് വരും. ദെൻ 2ന് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ n = 1 കൊടുക്കുക. ദെൻ sin x - 1/2 sin 2x plus 1/3 sin 3x plus etc. Since f of x equal to x is continuous and differentiable on -π to π. f of x equal to x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ദെൻ ബൈ കൺവേർജൻസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? ഈ സീരീസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. ഏത് വാല്യൂ എക്സ് എടുത്താലും നമ്മുടെ ഈ ഒരു സീരീസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, നമ്മളോട് എന്താണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കൺവേർജ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. ദെൻ ഡെഡ്യൂസ് ദാറ്റ്, അതിന് നമ്മൾ എന്തായിട്ട് ഡെഡ്യൂസ് ചെയ്യണം? π/4 ആക്കിയിട്ട് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ n = 1 to infinity 2 - 1n+1/n sin nx എന്നാണ് കിട്ടിയത്. അതിന് നമ്മൾ ഇങ്ങനെ എഴുതി ദാറ്റ്സ് ഈക്വൽ ടു x ആണ് എഴുതി. ദി അബവ് റിസൾട്ട് പുട്ടിങ് x = π/2. ഇനി എക്സിന് π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എന്തെങ്കിലും sin π/2 - 1/2 sin π 2 π/2. സോ 2 2 ക്യാൻസൽ. ദെൻ sin π പ്ലസ് 1/3 sin 3π/2 - 1/4 sin 2π plus 1/5 sin 5π/2 equal to π/2 എന്ന് വരും. എക്സ് നമ്മൾ π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഇതിൽ നോക്കാം, ഇത് 0 ആയിരിക്കും. അതായത് ഈവൺ നമ്പേഴ്സ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ബാക്കി ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 2 ഇൻറ്റു ഫസ്റ്റ് ടേം 1 sin π/2 ആണ് 1 മൈനസ് ഇതെന്ത് വരും? 1/2 ഇൻറ്റു 0. സോ 0 പ്ലസ് അടുത്തത് 1/3 ഇൻറ്റു 1 -1. സോ 1/3 -1 മൈനസ് 1/4ൻ്റെ ടേം 0 ആൻഡ് 1/5 ഇൻറ്റു 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്താണ് അറിയാം? π/2 ആണെന്ന് അറിയാം. ദെൻ 2 ഇൻറ്റു 1 - 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര ഈക്വൽ ടു π/2. ദെൻ ആ 2നെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് എടുത്തു. 2നെ ഇപ്പുറത്തേക്ക് എടുത്ത് എന്താവും? π/4 ആവും. സോ 1 - 1/3 പ്ലസ് 1/5 പ്ലസ് മൈനസ് 1/7 പ്ലസ് എക്സെട്ര ഈക്വൽ ടു π/4 എന്ന് നമ്മളോട് റെഡ്യൂസ് ചെയ്യാനിൽ പറഞ്ഞ π/4ലേക്ക്. സോ ആ ഒരു എക്സ്പ്രഷൻ കിട്ടി. ദെൻ അടുത്ത് ഫൈൻഡ് ദി ഫോറിയർ സീരീസ് റെപ്രസെൻറ്റിംഗ് f of x equal to x² ആൻഡ് ദി ഇൻ്റർവൽ -π ഡെഡ്യൂസ് ദാറ്റ്. ഇതിനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ കണ്ടെത്തണം. ദെൻ f of x equal to x² ആണ്, -π to π ആണ്, ഇവിടെ p എന്ന് പറഞ്ഞാൽ പൈ ആണ്. ദെൻ a0ഉം an-ഉം bn-ഉം കണ്ടെത്താം. ദെൻ a0 എന്ത് വരും? ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫംഗ്ഷനിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. സോ a0 കണ്ടെത്താം. 2π²/3 ആണ് a0. an എന്ത് വരും? 4 - 1n/n² ആണ് a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 0 ആണ് വരുന്നത്. ഓക്കെ, ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. a0 പറഞ്ഞാൽ π² a0 പറഞ്ഞാൽ 2π²/3 ആണ്. ഓക്കെ, ദെൻ 2π²/3 പറയുമ്പോൾ തിരിഞ്ഞ് π²/3 ആവും. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? π/2 ഉണ്ട്.
പൈ ബൈ ടു സോറി a0/2 ഉണ്ട്. a0/2 a0 നമ്മൾ എന്ത് കൊടുത്തു 2π² 3 എന്ന് കൊടുത്തു. ദെൻ 2 ക്യാൻസൽ പ്ലസ് 4 ഇൻറ്റു സിഗ്മ n = 1 to infinity minus 1/n cos 0/n square that's equal to π² 3 plus 4 ഇൻറ്റു സിഗ്മ n = 1 to infinity. ഇവിടെ cos 0 മാത്രമേ ഉള്ളൂ. cos 0 ആണെങ്കിൽ -1/n. ഓക്കെ, ദെൻ ഇത് π² 3 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടി π² 3 = -4 സിഗ്മ n = 1 to infinity minus 1/n/n square that's equal to നമുക്ക് എന്ത് എഴുതാം 4 ഇൻറ്റു ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ 1 - 1/2² plus 1/3² minus 1/4² etc. എന്ന് വരും. that's equal to 1 - 1/2² plus 1/3² minus 1/4² etc. equal to π². ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ π² 2 എന്ന് വരും. ഓക്കെ, അടുത്ത നമ്മൾ സെക്കൻഡ് വൺ ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തു. സെക്കൻഡ് വൺ ഇതേപോലെ തന്നെ ഫോറിയർ സീരീസ് f(x) = x² ഓൺ ദി ഇൻ്റർവെൽ അതിനെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക 1/1² പ്ലസ് 1/2² പ്ലസ് 1/3² പ്ലസ് 1/4² എന്നുള്ളതിനെ π² 6 ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്തേ ആവുള്ളൂ, ഈ രണ്ടും സെയിം ആണ്. നമുക്ക് ഇവിടെയാണ് ഡിഫറെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത് f(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, x² ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ f(x) x² ആണ്, കണ്ടിന്യൂസ് ഓൺ -π to π ആണ്. ദി ഫോറിയർ സീരീസ് ഫോർ f(x) കൺവേർജസ് ടു ദി പീരിയോഡിക് എക്സ്റ്റൻഷൻ ഓഫ് f(x) ടു ദി എൻറ്റയർ x ആക്സിസിലേക്കാണ്. ഓൾസോ അറ്റ് ദ എൻഡ് പോയിന്റ് x = π അല്ലെങ്കിൽ x = -π ആണ് എന്ത് വരുന്നത്, എൻഡ് പോയിന്റ്സ് വരുന്നത്. ദി സീരീസ് കൺവേർജസ് ടു നമുക്ക് രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. കൺവേർജൻസിൻ്റെ കേസിൽ ഒന്ന് എന്താണ് f(x)ലേക്ക് തന്നെ കൺവേർജ് ചെയ്യും, ഒന്ന് എന്തിലേക്ക് കൺവേർജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. f(x + x - പ്ലസ് f(-x + ഡിവൈഡഡ് ടു അതായത് അതിൻ്റെ ആവറേജ്, രണ്ട് ലിമിറ്റ് പോയിന്റ് ആണുള്ളത്, അതിൻ്റെ ആവറേജസ് ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ പൈയും -π ആണ്. സോ π - പ്ലസ് f(-π + ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 1/2 f(π- എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് എന്തായിരുന്നു, ലിമിറ്റ് h ടെൻസ് ടു 0 f(π - h എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് ലിമിറ്റ് h ടെൻസ് ടു 0 f(-π + h ദെൻ 1/2 ലിമിറ്റ് h ടെൻസ് ടു 0 f(x) എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, x² ആവും, x² ആണ്. ദെൻ f(π - h) എന്ന് പറഞ്ഞാൽ എന്താ, π - h ഹോൾ സ്ക്വയർ പ്ലസ് അതേപോലെ തന്നെ f(x) എന്ന് പറഞ്ഞാൽ x² ആണ്. ദെൻ നമുക്ക് എന്താ അറിയാം, f(-π + h) എന്ന് പറഞ്ഞത് -π + h ഹോൾ സ്ക്വയർ ആണെന്നറിയാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, h-ന് 0 കൊടുക്കുക. h-ന് 0 കൊടുത്താൽ എന്താ വരിക, ഇവിടെ π² എന്ന് വരും, ഇവിടെ എന്ത് വരും, -π² എന്ന് വരും. -π² എന്ന് പറഞ്ഞാൽ π തന്നെ വരും. സോ ഇവിടെ h-ന് 0 കൊടുത്താൽ എന്താ വരിക, ആൻസർ 1/2 π - 0² പ്ലസ് 1/2 കോമൺ അല്ലേ, ദെൻ π - -π² മിനിറ്റ് ഞാൻ ശരിക്കും എഴുതി തരാം. അപ്പോൾ ഇവിടെ h ടെൻസ് ടു 0 ആണ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ π - h എന്നുള്ളിടത്ത് എന്ത് വരും, 0 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും, -π + 0 ഹോൾ സ്ക്വയർ. ഓക്കെ, അതെന്താ വരിക, π² പ്ലസ് -π² എന്ന് പറഞ്ഞാൽ എന്താ, π² ആണ്, π², പിന്നെ 1/2 എന്ന് വരും. സോ 2π² 2 ക്യാൻസൽ ആവും. ദെൻ നമുക്ക് ആൻസർ എന്ത് വരും, π² എന്ന് വരും. അപ്പോൾ നമുക്ക് f(x) എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, π² ആണെന്ന് കിട്ടി. ഓക്കെ, f(x) എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ f(x) എന്ന് പറഞ്ഞാൽ π² എന്ന് കിട്ടി. ദെൻ π² = നമുക്ക് എന്തറിയാം, നമ്മൾ ഫോറിയർ സീരീസ് കണ്ടെത്തിയിട്ടുണ്ട്. സോ π² = π² 3 plus 4 into sigma n = 1 to infinity minus 1/n cos nπ n square ആണ്. ദെൻ π² 3 plus 4 into സിഗ്മ n = 1 to infinity minus 1/2n by n square. അതായത് cos nπ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, -1 ആണ് വരുന്നത് അല്ലേ. cos n പറഞ്ഞാൽ -1/n ഓൾറെഡി ഉണ്ട്. cos nπ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും, -1/n -1 തന്നെയാണ് വരിക. -1 തന്നെയാണ് വരിക. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതി, -1
മൈനസ് 1/n ഇൻറ്റു മൈനസ് 1 എന്ത് വരും, n എന്ന് വരും. ഓക്കെ, കോസ് n പൈ അല്ലേ വരുന്നത്, അപ്പോൾ -1/n. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, -1/2n. സോ -1/n പ്ലസ് n എന്നാണ് എഴുതുക. സോ -1/2n/n² എന്ന് വന്നു. ഓക്കെ, ദെൻ π²/3 പ്ലസ് 4 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 to infinity. ഇവിടെ എന്ത് വന്നു, -1/2n/n². 2n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈവൻ നമ്പേഴ്സാണ്. 2n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നമ്പറിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ നമ്പറാണ്. സോ -1/2n. സോ 2n എന്ന് പറഞ്ഞത് ഈവൻ നമ്പർ ആയതുകൊണ്ട് -1/2n എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ് വരിക. സോ 1/n² നമുക്ക് എഴുതാം. ദെൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ π²/3 പ്ലസ് 4 ഇൻറ്റു 1/n² പറഞ്ഞാൽ 1/1² പ്ലസ് 1/2² പ്ലസ് 1/3² പ്ലസ് എക്സെട്ര. ഇവിടെ നമുക്ക് എന്തറിയാം, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π² ആണ്. ഓക്കെ, π² ഈക്വൽ ടു ഈ ടേംസ് ആണ്, ഇതാണ് വരിക. ദെൻ നമുക്ക് ഈ ഒരു ടേമിനെ നമുക്ക് കിട്ടിയത് π² ഈക്വൽ ടു π²/3 പ്ലസ് 4 ഇൻറ്റു 1/1² പ്ലസ് 1/2² പ്ലസ് 1/3² എന്നാണ് കിട്ടിയത്. ഇനി ഇതിനവിടെ നിർത്താം, ബാക്കിയുള്ളതിനൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തായിട്ട് മാറും, ഈ ഒരു ഇത്രയും ഭാഗത്തിന് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സൈഡിൽ π² മാത്രമേ ഉള്ളൂ. സോ π² മൈനസ് π²/3 പിന്നെന്താ 4 ഇൻറ്റു ആണ് അവിടെ. സോ ഇങ്ങോട്ട് വരുമ്പോൾ 1/4 ആയിട്ട് മാറും. ദാറ്റ്സ് ഈക്വൽ ടു 1/1² പ്ലസ് 1/2² പ്ലസ് 1/3² പ്ലസ് എക്സെട്ര. സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 3π² മൈനസ് π²/3 എന്ന് വരും. സോ 3π² മൈനസ് π²/3 വരും. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുക. സോ 3π² മൈനസ് π²/3 1/4 എന്നും കൂടി വരുന്നുണ്ട് കേട്ടോ. സോ ഇതെന്തായി, 3π² മൈനസ് π² എന്ന് പറഞ്ഞാൽ 2π² ഡിവൈഡഡ് 12. സോ 12 ക്യാൻസൽ ചെയ്യുമ്പോൾ π²/6 എന്ന്. സോ 1/1² പ്ലസ് 1/2² പ്ലസ് 1/3² പ്ലസ് 1/4² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടി, π²/6 ആണെന്ന് കിട്ടി. അതാണല്ലേ നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തി, അതിൻ്റെ ഫൊറിയർ സീരീസ്, ഓയിലർ ഫോർമുലാസ് വെച്ചിട്ട് ഫൊറിയർ സീരീസ് കണ്ടെത്തി. എന്നിട്ട് നമുക്ക് 2 പീരിയോഡിക് എക്സ്റ്റൻഷനുള്ളത്. ഒന്നെന്താണ്, f(x)ലേക്ക് പോകുന്നുള്ളത്, ഒന്നെന്താണ് അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, f(x) ഈക്വൽ ടു x² എന്നുള്ള ഫംഗ്ഷൻ മാത്രം കൊടുക്കുക. അടുത്ത എന്താണ്, f(x മൈനസ് x പ്ലസ് x മൈനസ് പ്ലസ് f(-x പ്ലസ് ഡിവൈഡഡ് 2) അതിൻ്റെ ആവറേജ് വാല്യൂവിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടെത്താം. ഓക്കെ, അതാണ് എക്സ്റ്റൻഷൻ വെച്ചിട്ട് കണ്ടെത്തണം. അപ്പോൾ നിങ്ങളിതിൽ മെയിനായിട്ട് ഫൊറിയർ സീരീസ് കണ്ടെത്താനുള്ള എന്തായാലും പഠിച്ചു വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡെഡ്യൂസ് ചെയ്തിട്ട് 2 ഇക്വേഷന് ഡെഡ്യൂസ് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഒബ്റ്റെയിൻ എ ഫൊറിയർ സീരീസ് ഫോർ ദി ഫംഗ്ഷൻ ഗിവൺ ബിലോ. ആദ്യം നമ്മളോട് എന്താ പറഞ്ഞത്, നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ഫൊറിയർ സീരീസ് കണ്ടെത്താം. അപ്പോൾ നമുക്ക് ആദ്യം അത് കണ്ടെത്താം, അത് കഴിഞ്ഞിട്ട് റെഡ്യൂസ് ചെയ്താൽ മതി. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫൊറിയർ സീരീസ് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, എവിടെ -π to p എന്ന് പറഞ്ഞാൽ എന്താ, -π ആണ്. കാരണം -π to π ആണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. -π to π ആണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ വരുന്നത്. സോ ഹിയർ ദി ഗിവൺ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ -π to π, ആൻഡ് സോ ഇൻ ദിസ് കേസ് p equal to π. ഹെൻസ് ഇൻ ദിസ് കേസ് ദി ഫൊറിയർ സീരീസ് ഹാസ് ദി ഫോം. ഇതാണ് ഫൊറിയർ സീരീസിൻ്റെ ഫോം. കാരണം cos nπx/p ആണ്. p എന്ന് പറയുന്നത് π ആണ്. സോ ആ പയ്യും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ അതിൽ നമ്മൾ എന്തൊക്കെ കാണണം, ഓയിലർ ഫോർമുല യൂസ് ചെയ്തിട്ട് a0 കണ്ടെത്തുക, അതേപോലെ an കണ്ടെത്തുക, പിന്നെ bn കണ്ടെത്താം. അപ്പോൾ ഞാൻ a0 an bn പറയുന്നില്ല, കാരണം നമ്മൾ 2-3 പ്രോബ്ലംസ് അതേ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റഗ്രേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. സോ a0 an bn കണ്ടെത്തുക. എന്തായാലും an-ലും bn-ലും എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് കോഎഫിഷ്യൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കട്ടെ. ഇൻ്റഗ്രേഷൻ -π to 0യും 0 to π 2 ലിമിറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -π എന്ന് കൊടുക്കുമ്പോൾ ഓൾറെഡി 0 ആണ് ഫംഗ്ഷൻ വരുന്നത്. സോ അത് 0 ആയിട്ട് മാറും. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. സാധാ ഇൻ്റഗ്രേഷൻ തന്നെയാണ് വരുന്നത്. 0യും -π to 0 എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിലെന്താണ് 0 ആണ് വരുന്നത്.
പിന്നെ അടുത്ത ഫംഗ്ഷൻ വരുന്നത് എവിടുന്ന 0 to pi ആണ്. 0 to pi എന്ന് പറയുമ്പോൾ നമ്മളുടെ വാല്യൂ ഏതാ 1/4 πx ആണ്. 5 അവിടെ യൂസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നതാണ്. 5 അവിടെ കടന്നോട്ടെ. 1/4 πx ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതാ 1/4 πx യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അടുത്തേലും 0യും 1/4 πx ആണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, 5 എന്നുള്ള x = 0 എന്ന് പറഞ്ഞ കേസ് നമുക്ക് വരുന്നില്ലല്ലോ. നമുക്ക് കോഎഫിഷ്യൻറ്റ്, നമുക്ക് ഫോറിയർ കോഎഫിഷ്യൻറ്റ് കിട്ടി. നമുക്ക് a0 പറഞ്ഞ π² ആണ്, an പറഞ്ഞ ഇതാണ്, bn എന്ന് പറഞ്ഞ ഇതാണ്. സോ π²/16 മൈനസ് 1/2 cos x പ്ലസ്, അതായത് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. n = 1 എന്ന് കൊടുത്തു, എക്സ്പാൻഡ് ചെയ്തു. സോ ഫസ്റ്റത്തെ ടേം 0 ആയിരിക്കും, കാരണം -1/1 എന്ന് വരും. സോ ഫസ്റ്റ് ടേം ഉണ്ട് -1 - 1, സോ -2/4n². സോ -2ഉം ഈ 4ഉം കൂടി ക്യാൻസൽ ചെയ്തിട്ട് -1/2 എന്നായി. സോ -1/2 cos x പ്ലസ് ഈവൻ നമ്പേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, ദെൻ നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി, സൈൻ്റെ ടേംസ് എഴുതിയിട്ടുണ്ട്. ദെൻ π²/16 സൈൻ്റെയും കോസിൻ്റെയും വെവ്വേറെ ടേംസ് ആക്കി എഴുതാം. അപ്പോൾ 1/2 എന്ന് പറഞ്ഞത് ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, സോറി, കോസിൻ്റെ ടേംസിൽ എല്ലാത്തിലും എന്തുണ്ട്, 1/2 ഉണ്ട്. 1/2 cos x, പിന്നെ അടുത്ത് ഇവിടെയാണ് 1/2 ഇത് വരുന്നത്. സോ 1/2 cos x വരുന്നുണ്ട്. അടുത്തതിലും എന്ത് വരും, 1/2 × 5² cos 5x എന്ന് വരും. ഓക്കെ, അപ്പോൾ 1/2നെ നമ്മൾ പുറത്തെടുത്തിട്ട് ഔട്ട് സൈഡിൽ എടുത്തിട്ട് cos x/1² പ്ലസ് cos 3x/3² പ്ലസ് cos 5x/5² എന്ന് എഴുതാം. പ്ലസ് സൈൻ്റെ ടേമിൽ നോക്കുക, π/4 ഇവിടെ എന്തുണ്ട്, π/4 ഉണ്ട്. സോ π/4 നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തിട്ട് sin x/1 മൈനസ് sin 2x/2 പ്ലസ് sin 2x/2 പ്ലസ് sin 3x/3 പ്ലസ് എക്സെട്ര എന്ന് വരും. The given function f of x is continuous at every point in -π to pi except at x = 0. x = 0 ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. കാരണം x = 0ൽ നമുക്കവിടെ 5 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫോർ ഓൾ x not equal to 0, x element of -π to pi, sum of the above series is f of x for x = 0. The Fourier series converges to. അപ്പോൾ എന്ത് ചെയ്യും, Fourier സീരീസ് അവിടെ ഒരു പോയിന്റിൽ നമ്മളുടെ ഫംഗ്ഷൻ വരുന്ന -π to pi ആണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ -π to 0 എന്നും 0 to pi എന്നും രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ 0ൽ നമ്മളുടെ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മളുടെ Fourier സീരീസ് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്താൽ നമ്മുടെ Fourier സീരീസ് ഇത് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുക, f(0+) ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത് ആ പോയിന്റിന്റെ ആവറേജിലേക്ക്, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആവറേജിലേക്കാണ് നമ്മളുടെ ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യുക. സോ f(0+) പ്ലസ് f(0- ഡിവൈഡഡ് 2, that is 1/2 limit h tends to 0 f(0 + h പ്ലസ് limit h tends to 0 f(0 - h എന്ന് വരും. ഓക്കെ, ഇനി ഇത് രണ്ടും എന്താണ്, f(h) ആണ് വരുന്നത് അല്ലേ. ലിമിറ്റ് h tends to 0, ഇവിടെ h വരും, ഇവിടെ -h ആണ് വരുന്നത്. അതായത് 0 to, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. അപ്പോൾ 0ന് തൊട്ട് മുന്നുള്ളതിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താ വരുന്നത്, 0 ആണ്. അതായത് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 0 ഇഫ് എവിടെയാണ്, -π (x) < 0. പിന്നെന്താ 5 ഇഫ് x = 0 ആൻഡ് 1/4 πx എവിടെയാണ്, ഇസ് 0 x π. അപ്പോൾ ഈ ഒരു ഇതിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്തായിട്ട് മാറും, ഫംഗ്ഷൻ 0 ആണ്. സോ നമ്മുടെ ഫംഗ്ഷൻ എന്തായിട്ട് f(h) എന്നുള്ളത് 0 ആയിട്ട് മാറും. ദെൻ അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, 1/4 πx ആണ്. f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 1/4 πx ആണ്. സോ എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, h എന്ന് കൊടുക്കുക. ദെൻ h tends to 0, ഈ h 0ലേക്ക് പോകുമ്പോൾ നമ്മളുടെ f(0 + f(0- 2) എന്നുള്ളത് എങ്ങോട്ട് പോകും, 0ലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് 0 = f(x) എന്ന് പറഞ്ഞാൽ 0 ആണ് കിട്ടി. സോ 0 = നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു Fourier സീരീസ് എക്സ്പാൻഷൻ എഴുതാം. 0 = π²/16 - 1/2 cos 0/1² plus cos 0/3² plus etc. plus π/4 sin 0/1 - sin 0/2 plus etc. അതായത് എല്ലാ എക്സിനും നമ്മൾ എന്ത് കൊടുക്കുക, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ π²/16 - 1/2 1/1² plus 1/3² plus 1/5² plus etc. എന്ന് വരും. ഇനി ഈ ടേമിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. സോ എന്തായിട്ട് മാറും, π²/16 - π²/16 plus 1/2 എന്ന് വരും. ഓക്കെ,
അത് ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഓൾറെഡി നമുക്ക് എന്താ വന്നിരിക്കുന്നത്, മൈനസ് ആണ് വന്നത്. അപ്പോൾ ഈ മൈനസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്ലസ് ആയിട്ട് മാറും. ഇല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്ലസ് ആയിട്ട് മാറും. ദെൻ ഇവിടെ എന്ത് വരും, π² 16 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, 16 2 ക്യാൻസൽ ചെയ്ത് π² 8 എന്നുള്ള ആ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഫോറിയർ സീരീസിനെ കൺവേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ f(x) + f ആ ഒരു ആവറേജ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഫംഗ്ഷൻ എന്തില്ല, x = 0 കണ്ടിന്യൂസ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ അതെടുത്തത്. നമ്മളതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, താങ്ക് യു.